ഹായ് എല്ലാവർക്കും സുഖമല്ലേ? ഇതെൻ്റെ മഞ്ഞ മിനിയേച്ചർ റോസാണ്. ഇപ്പം ഞാൻ ആളെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു. ആദ്യത്തെ പൂടുത്തെല്ലാം കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നിറച്ചും മുട്ടുകൾ വന്ന് ഇങ്ങനെ മുട്ട് വിരിയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നപ്പോഴാണ് ഇന്ന് നോക്കിയപ്പോൾ മുട്ടുകളൊക്കെ പൊഴിഞ്ഞും പോയി, ചിലത് കരിഞ്ഞും നിൽക്കുന്നു. ട്രിപ്പെന്ന് പറയുന്ന പെസ്റ്റാണ് ഇതിന് കാരണം. രണ്ട് തരത്തിലുള്ള ട്രിപ്പാണ് നമ്മളുടെ റോസാ ചെടികളെ ആക്രമിക്കുന്നത്. ഒന്ന് ഫ്ലവർ ട്രിപ്പും ഒന്ന് ചില്ലി ട്രിപ്പും. ഈ ചില്ലി ട്രിപ്പ് ഇലകളെ ആക്രമിച്ച് നമ്മളെ ചെടിയെ വളരാൻ അനുവദിക്കില്ല. അതേപോലെ ഫ്ലവർ ട്രിപ്പാണ് നമ്മളുടെ മുട്ടുകളെയൊക്കെ ഇതേപോലെ കരിച്ച് കളയുന്നത്. വളരെ ഫാസ്റ്റാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. 2-3 ദിവസം കൊണ്ട് തന്നെ മറ്റ് ചെടികളിലേക്കും വരാം. അപ്പോൾ ഇതിൻ്റെ ആക്രമണം കണ്ടാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വന്ന ഇലകളും മുട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയുവാണ്. ഒരു കാലിൽ ക്യാമറ മറ്റേ കാലിൽ കത്രിക വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. മുട്ടൊന്ന് വിരിഞ്ഞ് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇതേപോലുള്ള തലവേദനകൾ വരുന്നത്. അപ്പം എല്ലാം വെട്ടിക്കളയണം, വേറെ വഴിയില്ല. അപ്പോൾ എല്ലാം വെട്ടിക്കളയുവാണ്. ഇലകളും ഉണ്ടായിരുന്നു, ഇലകളെയും ബാധിച്ചു. അപ്പോൾ അതും വെട്ടിക്കളയുവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീമോയിലാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml സ്പ്രേ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ചെടിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ 3-4 ദിവസം ഇടവിട്ട് സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്താൽ മതി. സ്പ്രേ ചെയ്യുമ്പോൾ ഇലയ്ക്ക് മുകളിലും താഴെ സ്പ്രേ ചെയ്യണം. നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യണം. മുട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ അടുത്ത മുട്ട് വരും. പെസ്റ്റിൻ്റെ ആക്രമണം ഇല്ലാത്തതുകൊണ്ട് അത് വിരിയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആക്രമണം ഉള്ളവർ പെട്ടെന്ന് തന്നെ നീമോയിൽ സ്പ്രേ ചെയ്യുക. അതേപോലെ വന്ന ഇലകളും മുട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ചെടി നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.